ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനമായ ഹൗസ് ഫെഡിലേക്ക് P1 എന്ന പോസ്റ്റിലേക്കായിട്ടുള്ള അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് 7ാം ക്ലാസ് പാസ്സാണ്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡായി വിളിട്ടെടുക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട് 23/2025. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അഫിലിയേറ്റ് ചെയ്ത മെമ്പർ സൊസൈറ്റിയിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവരും നിശ്ചിത യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് ഓൺലൈൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കേരള PC ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെന്നിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ഥാപനത്തിൻ്റെ പേര് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, ഹൗസ് ഫെഡ്. ഉദ്യോഗ പേര് P1 ആണ്. ശമ്പളം 15,500 മുതൽ 28,950 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം 1 പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രൊബേഷൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. സർവീസിൽ ജോയിൻ ചെയ്ത തുടർച്ചയായ 2 വർഷത്തിൽ 1 വർഷം പ്രൊബേഷണറി പീരീഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ നിയമന രീതി പറയുന്നുണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റിയിൽ സ്ഥിരമായി ജോലി ചെയ്യുന്നവരും നിശ്ചിത യോഗ്യതയുള്ള ജീവനക്കാരിൽ നിന്നുള്ള നേരിട്ടുള്ള നിയമനമാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1975 1/1/2007 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ 2 ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ്. പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതകൾ പറയുന്നുണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മെമ്പർ സൊസൈറ്റിയിൽ ഏതെങ്കിലും തസ്തികയിൽ 3 വർഷം റെഗുലറായിട്ട് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സർവീസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരിക. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട വിധം പറയുന്നുണ്ട്. കേരള PC ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് യൂസർ ഐഡിയും പാസ്വേഡും കിട്ടും. അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഫൈനലി അതിൻ്റെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടി എടുത്തു വെക്കാൻ പറയുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 4/6/2025 ബുധനാഴ്ച അർദ്ധരാത്രിയാണ് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. പിന്നെ അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.